ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് 1% പോലും എന്നെ അറിയുന്നവരോ എൻ്റെ ബിസിനസ്സിനെ അറിയുന്നവരോ ഇല്ല അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഒരു സ്കോപ്പ് ഉണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൽ ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ 1% 10% ആക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസരങ്ങൾ ഇത് തുറന്ന് തരികയാണ് അദ്ദേഹം ഇത്തരത്തിലൂടെ ചെയ്യുന്നത്. ദൂരൊന്നും പോണ്ട. ഓക്കെ, ഞാൻ പറയുന്നത് 1% നമ്മളെ അറിയുന്നു. അത് ഏത് ബിസിനസ്സുകാരനും നോക്കിയാൽ അറിയാം നമ്മുടെ മാർക്കറ്റ് സൈസിൽ നമ്മൾ എത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു 2% ആക്കിയാൽ എന്താവും അല്ലേ? 2% ആക്കിയാൽ ബിസിനസ് ഇരട്ടിയായി. പകരം ഈ നേരിട്ട് സെയിൽ ചെയ്യുന്ന ആൾ എന്താണ് ചെയ്യുന്ന അബദ്ധം എന്ന് പറയുമോ? അവൻ കടന്ന് കഷ്ടപ്പെടുകയും ചെയ്യും, തൊട്ടടുത്തുള്ളവനോട് മത്സരിക്കും. അവിടെ വരുന്നോണ്ടിരിക്കുന്നവനെ അവിടേക്കാണ് ഈ അൺഹെൽത്തി കോമ്പറ്റീഷനും ബാർഗൈനിങ് നെഗോഷിയേഷൻ ഒക്കെ. ഈ 1%നെ 2% ആക്കാൻ നോക്കുന്നതിന് പകരം അതിന് എത്ര പണിയെടുക്കണം? നേരെ മറിച്ച് അവൻ 500 രൂപക്ക് വിൽക്കുന്ന സാധനം 495 വിൽക്കാൻ അവന്റെ 2-3 ആളെ വലിക്കാനാണല്ലോ. അതിനാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ആക്കാൻ എത്ര ശ്രമിക്കണം? ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇവന്റെ 1 വലിക്കേണ്ട ആവശ്യമില്ല. മൈൻഡ് സെറ്റ് ഫ്രീ ആവൂലേ? അവനെയും ബുദ്ധിമുട്ടില്ല, അവനും ഫാമിലി ഇല്ലേ? തൊട്ടടുത്ത് ബിസിനസ് ചെയ്യുന്നവന് ഫാമിലി ഇല്ലേ? കുട്ടികളില്ല, അവന്റെ കൂടെ അവന്റെ ഷോപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഫാമിലി ഇല്ലേ? അവർ ജീവിച്ചു പോയിക്കോട്ടെ, അവർ ബിസിനസ് ചെയ്തോട്ടെ, അവരേക്ക് വന്ന കസ്റ്റമർ അവരിലേക്ക് പോയിക്കോട്ടെ. അവരല്ലാത്ത എത്രയോ പേര് ഇനിയും പുറത്തില്ലേ? അവരിലേക്ക് നോക്കിക്കൂടെ? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, മാർക്കറ്റിംഗ് എന്ന സാധനം ചെയ്യാത്തത് കൊണ്ടാണ് അൺഹെൽത്തി ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അവിടെ മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ, മാർക്കറ്റിംഗ് ചെയ്യാത്തവൻ്റെ അടുത്ത് മാത്രം. അതെ, മാർക്കറ്റിംഗ് ചെയ്തവൻ അവരെ പൊസിഷൻ ചെയ്യും, ചില കസ്റ്റമേഴ്സിനെ അവർ അട്രാക്ട് ചെയ്യും, അവർക്കറിയാം അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, അവരിലേക്ക് അവരെത്തും, അവരിങ്ങോട്ട് കൊണ്ടുവരും, അവർ സെയിൽ ചെയ്യും. മറ്റവൻ അൺഹെൽത്തി ആയിട്ട് ഇറങ്ങുന്ന കസ്റ്റമറെ വളരെ ഈസിയാണ്. നല്ലൊരു ഷോപ്പിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ ഒരു കസേരട്ടി ഇരുന്നാൽ മതി, അവിടെ നിന്ന് ഇറങ്ങി വാങ്ങുന്ന ഒരുത്തനെ ആകെ കൺഫ്യൂഷൻസിലാക്കാനും തിരിച്ച് അവനും ഇല്ല ഇവനും ഗുണമല്ലാത്ത രീതിയിൽ അയാളെങ്കിൽ നശിപ്പിച്ച കളയും. എന്താണ് കാര്യമുള്ളത്? മാർക്കറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഫണ്ട്. രാജിനോട് ഞാൻ ചോദിക്കുന്നത്, രാജ് മാർക്കറ്റിങ്ങിൻ്റെ നിങ്ങളെ കൺസൾട്ടൻസി മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതും അതുകൊണ്ട് ചോദിക്കുക, ഒരു നല്ലൊരു കമ്പനിക്ക് എത്ര % മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം? നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴേ അത് ആ ചോദ്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതായത് ഇൻകമിൻ്റെ എത്രയാണെന്നാണോ പ്രോഫിറ്റിൻ്റെ എത്രയാണെന്നാണോ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലെറ്റ്സ് സേ എൻ്റെ ബിസിനസ് IT, ഞങ്ങൾക്ക് അവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ മാൻ പവർ, ഓഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഇല്ല, അത് തേർഡ് പാർട്ടിയാണ്. ലിറ്ററലി സ്പീക്കിംഗ്, നിങ്ങൾ എനിക്ക് 100 രൂപ തരുന്നുണ്ടെങ്കിൽ ആ 100 രൂപ എനിക്കാണ്. സാലറിയും മറ്റുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ആ 100 രൂപ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. ഉദ്ദേശിച്ചത് പ്രോഫിറ്റ് ആണ്. അപ്പൊ എനിക്കിത് വേണമെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇൻകം അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എനിക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത് അത് വേറെ ബില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട എമൗണ്ട് അറ്റ്ലീസ്റ്റ് 10 to 20% ആണ്. അതായത് പ്രോഫിറ്റ് നോക്കാതെ, അതായത് ഗ്രോസിൽ പ്രോഫിറ്റിന് കൺസിഡറിങ് എനിക്ക് തേർഡ് പാർട്ടിക്ക് പേയ്മെന്റ് ഇല്ല, ഒന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായില്ലേ? ഹനീഫിക്കയുടെ ബിസിനസ്സിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് റീറ്റെയിൽ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഈ 20% ഗ്രോസ് നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ പ്രോഫിറ്റിൻ്റെതാണ് നിങ്ങൾ അവിടെ ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് തന്നെ എടുക്കുന്നു. ഒരു ഏകദേശം എത്ര % മിനിമം ആൻഡ് മാക്സിമം ഒരു % പറയും. മിനിമം ഇതെങ്കിലും അവർ ചെലവഴിക്കണം, വല്ലാതെ കൂടി പോകാൻ പാടില്ല, മാക്സിമം ഇതെങ്കിലും എന്ന് പറയാവുന്ന ഒരു എമൗണ്ട് ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് സത്യത്തിലില്ല. നമുക്ക് ഇത്ര പൈസ നമ്മൾക്ക് ചെലവഴിക്കണം എന്നുള്ളത് ഇല്ല. പക്ഷേ ഒരു സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും മാറ്റി വെക്കാം എന്ന് നമുക്ക് കരുതുന്ന കണക്കുണ്ട്. അതാണ് ആക്ച്വലി ഈ 10 to 20% എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിലാണെങ്കിൽ 10 to 20% ഓഫ് ദ പ്രോഫിറ്റ് നിങ്ങൾ മാറ്റി വെക്കണം, പ്രോഫിറ്റിൻ്റെ.
അത് എല്ലാം കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടാം. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നാളെയുള്ള ബിസിനസ്സിന് ആണെന്നുള്ള അർത്ഥമില്ല. ബ്രാൻഡിങ് ഈസ് ഓൾസോ മാർക്കറ്റിംഗ്. ബ്രാൻഡിങ് ഈസ് എ ലോങ് ടേം പ്രോസസ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. കാരണം ആ ബ്രാൻഡിങ് ആണ് നാളെ നമുക്ക് റവന്യൂ കൊണ്ടുവരാൻ പോകുന്നത്. വലിയൊരു സമയം കൊണ്ടുവരും.